ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വൺസ് അഗൈൻ IPLൻ്റെ ഒരു അനാലിസിസ് ആണ്. 73 മാച്ചുകൾ കഴിഞ്ഞു. 70 ലീഗ് മാച്ചുകൾ കഴിഞ്ഞ സമയത്ത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി വെച്ചതായിരുന്നു. എൻ്റെ ഇടയിൽ 3 മാച്ച് കൂടി കഴിഞ്ഞു. ഇപ്പോഴാണ് നമുക്ക് സമയം കിട്ടിയത്. അപ്പോൾ ഈ IPLലെ ഒരു ഇമ്പാക്റ്റ് റൂൾ എന്നൊരു സംഗതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ കോൺസെപ്റ്റ് എന്താണ്, എന്തിനു വേണ്ടിയാണ്, ഇതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗങ്ങളുണ്ടോ, അതോ ഇതുകൊണ്ട് ഗുണമാണോ ദോഷമാണോ എന്നെല്ലാം സംവദിക്കുന്ന ഒരു എപ്പിസോഡാണ് നമ്മളിവിടെ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ സാൻഡൽവുഡ്സ് ആർ പ്രസന്റിംഗ് 70 ഗെയിംസ് ഓഫ് IPL ടാക്ടിക്കൽ സബ്സ്, ദ ഗുഡ്, ബാഡ്, അഗ്ലി. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ആദ്യം IPLന്റെ ടേബിളിലേക്ക് ഒന്ന് പോവാം. പോയിന്റ് ടേബിളിൽ അല്ലേ? പോയിന്റ് ടേബിളിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ 4 ടീമാണല്ലോ ഇപ്പോൾ പ്ലേ ഓഫ്സിൽ കയറിയത്. അപ്പോൾ RCB, GT, SRH, RR. വേറൊരു കാര്യം ഇതിൽ പറയാനുണ്ട്. എന്ത് കാര്യം? ഇതിന്റെ ഇടയിൽ നമ്മളൊരു എപ്പിസോഡ് നടത്തിയിരുന്നു, മിഡ് ടോപ്പർ IPL. അതിൽ അറം പറ്റിയതാണോ എന്തോ, പിന്നെ PBKS ജയിച്ചതേ ഇല്ല. അത് അവസാനത്തെ ഒരു കളി പേരിന് വേണ്ടി ജയിച്ചു. അതോടുകൂടി ആ പാവങ്ങളെ നമ്മളൊരു വഴിക്കാക്കി. അതാണ് ഉണ്ടായത്. നമ്മുടെ കണ്ണുപെട്ടതാണോ അതോ ബാക്കിയുള്ള ടീമുകളുടെ കണ്ണുപെട്ടതാണോ? അതുവരെ 6 കളി ജയിച്ച് നിൽക്കുമ്പോഴായിരുന്നു നമ്മൾ ആ എപ്പിസോഡ് ചെയ്തത്. കണ്ടിന്യൂ തോൽപ്പിക്കാൻ ആരും ഇല്ല മക്കളെ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ 6 തോൽപ്പിച്ചു എന്നും പറഞ്ഞിട്ട് അങ്ങനെയാണ് വെച്ചത്. അന്ന് തൊട്ടിട്ട് പോയി. ഇപ്പൊ PBKS തോൽപ്പിച്ചു പോയ RR പ്ലേ ഓഫ് കയറുകയും ചെയ്തു. അതാണ് ഉണ്ടായത്. അപ്പോൾ ഇതിനിടയിലെ വീണ്ടും എന്തുണ്ടായി? RCBയും GTയും കൂടിയിട്ട് ഭയങ്കര ക്വാളിഫയർ കളിച്ചു. അവര് GT തോറ്റു. GT ദയനീയമായി തോറ്റു. 97 റൺസ് ദയനീയമായി തോറ്റു. പോരാത്തതിന് സായി സുദർശൻ റെക്കോർഡ് ഉണ്ടാക്കി. അങ്ങനെ അത് കഴിഞ്ഞു. SRH RRും കൂടി കളിച്ചു. SRH ദയനീയമായി തോറ്റു. സൂര്യവംശി അതില് ഭയങ്കര കളിയായിരുന്നു. സൂര്യവംശിയാണ്. അങ്ങനെ അതും കഴിഞ്ഞു. ഇന്നലെ കഴിഞ്ഞ കളി GT RR പ്രതികാരങ്ങളെല്ലാം തീർത്ത് GT പിന്നെ വളരെ നാണം കെട്ട് തോൽപ്പിച്ചു. എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും അതൊരു നാണം കെട്ട് തോൽവി തന്നെയായി. നമുക്ക് GT കാരണം നല്ലായിരുന്നു, RR കാരണം എന്നുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ സായി സുദർശൻ വീണ്ടും റെക്കോർഡുണ്ട്. 2 കോൺസിക്യൂട്ടീവ് ഗെയിംസിൽ ഹിറ്റ് വിക്കറ്റ് അടിച്ച്, അതും ബാറ്റ് തൂക്കി എറിഞ്ഞ് വിക്കറ്റിന്റെ മേലെ എക്സാക്ട്ലി പതിപ്പിച്ച് പുള്ളി അങ്ങനെ റെക്കോർഡും കൂട്ടി ഇട്ടു. അങ്ങനെ ഫൈനലിലേക്ക് RCBയും GTയും പിന്നെ വീണ്ടും ഒരു കളിയും കൂടി വരികയാണ്. അന്ന് ക്വാളിഫയറിൽ കളിച്ച അതേ കളി തന്നെ വീണ്ടും റിപ്ലിക്കാണ് നാളെ. അപ്പോൾ നാളെ നമുക്ക് കാത്തിരുന്ന് കാണാം ആര് ജയിക്കണമെന്നാണ്. എനിക്ക് RCB ജയിക്കണം. സത്യം പറഞ്ഞാൽ എനിക്കും RCB ജയിക്കണമെന്നാണ്. പക്ഷെ എന്താവും എന്നറിയില്ല. ആരായാലും ഒരാൾ ജയിക്കട്ടെ. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ, ടു ദ ഇമ്പാക്ട് പ്ലെയർ. അപ്പോൾ എങ്ങനെയാ തുടങ്ങണത്? നമുക്കൊരു 10 മാച്ച് വെച്ചിട്ട് അങ്ങനെ തുടങ്ങാം. 10 മാച്ച് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ 7 സ്ലൈഡ്. പക്ഷെ നമ്മള് മാച്ച് അനാലിസിസിലേക്ക് പോണതിന് മുന്നേ ഈ ഇമ്പാക്ട് റൂൾ എന്താണ്? ഇമ്പാക്ട് പ്ലെയറിന്റെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്രിക്കറ്റിലൊക്കെ IPL മെയിനായിട്ടുണ്ട്. അതായത് ഇപ്പോൾ സപ്പോസ് ഒരു നല്ല പ്ലെയറിനെ അവരെ റിസർവ് ആയിട്ട് വെക്കാം. ഏതർ ബാറ്റ്സ്മാൻ ആവാം, ബൗളർ ആവാം. അപ്പോൾ അവരൊരു സെറ്റ് ഓഫ് പ്ലെയേഴ്സിനെ അങ്ങനെ വെക്കും, ഒരു 3-4 പ്ലെയേഴ്സിനെ. അത് സിറ്റുവേഷൻ അനുസരിച്ച്. ഇപ്പോൾ ഫസ്റ്റ് ടോസ് നേടിയിട്ടൊരു ടീം ബാറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ നല്ലൊരു ബാറ്ററെ ആദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. പിന്നെ ബൗളിംഗ് സൈഡിലേക്ക് വരുന്ന ടൈമിൽ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ബാറ്ററെ കയറ്റിയിരുത്തിയിട്ട് ഒരു നല്ല ബൗളറെ കൊണ്ടുവരും. അതായത് അല്ലെങ്കിൽ വൈസ് വേഴ്സ. അപ്പോൾ അത് 2 ടീമിനും ചെയ്യാം. അപ്പോൾ അവർ നല്ലൊരു സെറ്റ് ഓഫ് പ്ലെയേഴ്സിനെ അങ്ങനെ റിസർവിൽ ഇരുത്തിയിട്ടാണ് അത് ചെയ്യുന്നത്. പക്ഷേ ഇതുകൊണ്ട് ഗുണം ഇല്ല എന്നുള്ളൊരു ഒപ്പീനിയൻ ആയിരുന്നു പല ക്യാപ്റ്റൻസും ഒരു പ്രസ് കോൺഫറൻസിലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. കാരണം അത് ഒന്നാമത് കളിയെ ഒരു വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോവാണ്. കാരണം
അല്ലെങ്കിൽ കുറേ ഫേവറിൻ്റെ മേലെ അല്ലെങ്കിൽ ഒരു പിച്ചിൻ്റെ അല്ലെങ്കിൽ ക്ലൈമറ്റിൻ്റെ ഇതിൻ്റെ എല്ലാം മേലെ ഒരു പ്ലേ ഇങ്ങനെ തോറ്റ് നിൽക്കുന്ന സമയത്തൊക്കെ ഒരാളെ കൊണ്ടുവന്ന് ഉള്ളിലിട്ടിട്ട് അവർ ജയം നേടുമ്പോൾ അതൊരു കളിയുടെ ഇൻട്രസ്റ്റും കൂടി കളയാണ് സത്യത്തിൽ. ബട്ട് റൂളുണ്ട് അത്. അപ്പോൾ ഈ റൂൾ ഇപ്പം മാറ്റാൻ പറ്റൂല എന്നാണ് പറയുന്നത്. അതിനെ ഇപ്പം റീകൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2027 വരെ ആൾറെഡി അപ്രൂവ് ആണ്. നെക്സ്റ്റ് IPL കൂടിയും കഴിഞ്ഞാലേ അത് മാറ്റാൻ പറ്റുമോ അങ്ങനെ എന്തോ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇമ്പാക്ട് പ്ലെയറിൻ്റെ റൂളും. ഇമ്പാക്ട് പ്ലെയറിൽ പക്ഷേ ഒരുപാട് ക്യാപ്റ്റൻസ് അതിന് എഗെയിൻസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അവർ സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് പറഞ്ഞത്. ഇത് തന്നെ ഈ ഒരു മാച്ചിൻ്റെ ആ ഒരു ത്രില്ലും ഇതും കളയാണ്. കാരണം ഒരു പുതിയ ഒരാളെ കളിക്കാരനെ അതിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവരുന്നു. അതിനോട് നമുക്ക് യോജിപ്പില്ല. കാരണം ഒരു ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് 10 മാച്ചിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അതിനു മുന്നേ ഇത് നമ്മൾ മറന്നു. ഇത് മറന്നു. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു തീർത്തു. കാരണം ഇത് നമ്മൾ ആദ്യ സ്ലൈഡ് വെച്ചിരുന്നത് ഈ മാച്ച് തുടങ്ങുന്നതിന് റെക്കോർഡ് ചെയ്ത് ഇടുന്ന സമയം എന്നുള്ളത് കരുതിയിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ DVD ഒക്കെ കഴിഞ്ഞു. നാളെ ക്ലിയർ ആണ്, വെരി ക്ലിയർ. ഫൈനൽ May 31st RCB വേഴ്സസ് GT. That's it. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ശരിക്കും 10 മാച്ചിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 10 മാച്ച് അല്ലേ? ഈ കളറും കാര്യങ്ങളൊക്കെ കൊടുത്തത് അത് അവിടെ ഇട്ടിട്ടുണ്ടല്ലേ? കളർ എന്തൊക്കെയാണെന്ന് മുകളിലുണ്ട് ഗൈസ്. പക്ഷെ അപ്പൊ നമുക്ക് RCB SRH കൂടി കളിച്ച സമയത്ത് RCBക്ക് ദേവദത്ത് പടിക്കൽ, ജേക്കബ് ദുഫി ഔട്ട്. ദേവദത്തിനെ കൊണ്ടുവന്നു. അതായത് RCB ആണ് ആദ്യം ബൗൾ ചെയ്തത്. ഡഫി ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ബാറ്റ് ചെയ്യുമ്പോൾ ദേവദത്ത് പടിക്കലിനെ കൊണ്ടുവന്നു. ദേവദത്ത് പടിക്കൽ നല്ലൊരു ഇമ്പാക്റ്റ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടു കഴിഞ്ഞാൽ 26 ബോളിൽ 61 കൊടുത്തു അല്ലേ? 61 റൺസ് എടുത്തു. അതെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ SRH കൂടി നോക്ക്, 2 ഇമ്പാക്ട് പ്ലേയേഴ്സും ഓൾമോസ്റ്റ് ഫെയിലിയേഴ്സാണ്. വലിയ ഇതൊന്നും പറയല്ല. പക്ഷെ കുഴപ്പമില്ലാതെ ഡേവിഡ് പെയിൻ ഓക്കെ, എന്നാലും 12 അടുത്തായി. ഓക്കെ, നെക്സ്റ്റ് മാച്ച് എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് മാച്ചിൽ നോക്ക്, മുംബൈയുടെ 2 പേരും ഈവൻ അത് മെയിൻ രസം എന്താണെന്ന് വെച്ചാൽ ഇവർ 2 പേരുമാണ് നമുക്ക് വേൾഡ് കപ്പ് നേടിക്കുന്നത്. പക്ഷെ അവർ 2 പേരും അവിടെ അതാണ് കാർത്തിക് ത്യാഗി KKRന് വേണ്ടിയിട്ട് പിന്നലെ നല്ലൊരു ഹിറ്ററാണ്, ഹിറ്റ് ചെയ്ത് പോയി എന്നുള്ളതാണ്. പക്ഷെ ഈ ഇമ്പാക്ട് പ്ലേയേഴ്സ് ഒന്നും അല്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാൻ ഓഫ് ദി മാച്ചസ് ഈ ഇമ്പാക്ട് പ്ലേയേഴ്സ് ഒന്നും അല്ല. ഒരുപാട് കളികളിൽ ഇമ്പാക്ട് പ്ലേയേഴ്സ് 10 കളി മാക്സിമം ഉള്ളൂ, അത്രേ ഉള്ളൂ 70 കളികളിൽ. അപ്പൊ അതാണ് അതിന്റെ. അത് നമുക്ക് മുന്നോട്ട് പോവാം. മൂന്നാമത്തെ മാച്ച് എടുത്തു ഒരു ഇമ്പാക്ട് ഇറക്കാതെ ഇമ്പാക്ട് എടുക്കേണ്ടി വന്നില്ല. കാരണം CSK അന്ന് വളരെ മോശമായ ഒരു പ്രകടനം ബാറ്റിംഗ് ആണ് നടത്തിയത്. അതുകൊണ്ടാണ് അവർക്ക് അതുകൊണ്ടാണ് അത് അങ്ങനെ ആയി പോയത്. അടുത്തത് PBKSും GTയും കൂടി എടുത്തു കഴിഞ്ഞാൽ പ്രിയാൻഷാര്യ കൊണ്ടുവന്നു. വളരെ മോശം. പ്രിയാൻഷാര്യ ഒരു ഹിറ്ററാണ്. പക്ഷെ പ്രിയാൻഷാര്യ ഇപ്രാവശ്യം മൊത്തം കളികൾ നോക്കിക്കഴിഞ്ഞാലും അത്രയും ഒരു സൂപ്പർ കളിയെ എടുക്കാൻ പറ്റിയിട്ടില്ല. ചഹല് അവരുടെ മെയിൻ ബോളറാണ്, സ്പിന്നറാണ്. പക്ഷെ പ്രസീദ് കൃഷ്ണ ആ സമയത്ത് GTക്ക് എപ്പോഴും പ്രസീദ് കൃഷ്ണനെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. പ്രസീദ് കൃഷ്ണ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം എന്താ ക്യാപ്പ് പർപ്പിൾ ക്യാപ്പ് ഉണ്ടായിരുന്നു എന്നൊരു ഡൗട്ടും കൂടിയുണ്ട്. ഷാറൂഖ് ഖാനെ ഇമ്പാക്ട് പ്ലെയർ ആയി കൊണ്ടുവന്ന് മോശം എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ടൈമിലാണ് കൊണ്ടുവന്നത്, അതാണ് പ്രശ്നം. പിന്നെ LSG DCയും കൂടിയാണെന്നുണ്ടെങ്കിലും ഷാബാസ് അഹമ്മദിനെ കൊണ്ടുവന്ന് ഒരു യൂസ് ഒന്നും ഉണ്ടാവില്ല. മിച്ചൽ മാർഷ് ഒക്കെ. പക്ഷെ DCക്ക് വേണ്ടിയിട്ട് സമീർ റിസ്വി അതൊരു നല്ല കളി തന്നെയായിരുന്നു. സ്റ്റണ്ണിങ് പെർഫോമൻസ്. റിസ്വിക്ക് മാൻ ഓഫ് ദി മാച്ച് കിട്ടും. അപ്പൊ നമുക്ക് ആദ്യത്തെ കളിയിൽ ജേക്കബ് ദുഫിക്ക്, അതായത് ഔട്ടായ ഇമ്പാക്ട് ഔട്ടിനാണ് കിട്ടിയത്. നീ പറഞ്ഞില്ല എന്താണ് അതിന്റെ ഉപയോഗം എന്ന്. അപ്പൊ അതാണ് അവിടെ ഉണ്ടായത്. ഇമ്പാക്ട് ഔട്ടിന് കിട്ടി, ഇവിടെ ഇമ്പാക്ട് ഇന്നിന് കിട്ടി. PBKSന്റെ പിന്നെ KKR SRH കൂടിയിട്ട് അലൻ കുഴപ്പമില്ല. പക്ഷെ അവർക്കൊരു ഓപ്പണിംഗ് മസർബാനി നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതില് കുഴപ്പമില്ല, എല്ലാവരും അപ്പൊ അവരെല്ലാം. CSK BBKS എടുത്താല് രാഹുൽ ചഹർ ഭയങ്കര മോശമായിട്ടാണ് കളിച്ചത്. CSKക്ക് ആ സമയത്ത് അവർക്ക് അതിനൊരു ഐഡിയ കിട്ടിയില്ല ഇമ്പാക്ട് പ്ലെയറിനെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. പ്രിയാൻഷാരി അന്ന് മാൻ ഓഫ് ദി മാച്ച് ആയി. 11 ബോളിൽ 39 റൺ എടുത്തിട്ട് അത് ഉണ്ടായിരുന്നു. ചഹലും കുഴപ്പമില്ലാതെ കളിച്ചിട്ടുണ്ടായിരുന്നു. 8ാമത്തെ മാച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ റിസ്വി വീണ്ടും കിട്ടി.
അപ്പോൾ ഇവിടെ കുറേ മാൻ ഓഫ് ദി മാച്ച് ഇമ്പാക്ട് പ്ലേയേഴ്സിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഡിസിഷൻ അല്ലെങ്കിൽ ഇമ്പാക്ട് പ്ലെയറിന്റെ റൂള് ഓക്കെയാണ് എന്നുള്ള രീതിക്കാണ് ഫസ്റ്റ് 10 മാച്ചുകളിൽ നോക്കിക്കഴിഞ്ഞാൽ. ഇപ്പം അടുത്ത കളി നോക്ക്, ബിഷ്ണോയ് ബിഷ്ണോയ് കൊണ്ടുവന്നു. ഷമി ഔട്ടായി, പക്ഷെ ഷമി ഇമ്പാക്ട് ഔട്ടായിരുന്നു, മാൻ ഓഫ് ദി മാച്ച്. അപ്പോൾ ഈ ഒരു അനാലിസിസ് ഫസ്റ്റ് 10 മാച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇമ്പാക്ട് പ്ലെയർ വളരെ യൂസ് ഉള്ള ഒരു കാര്യമായിരുന്നു. അത് ജയിച്ച ടീമിന്, മാക്സിമം നോക്കി കഴിഞ്ഞാൽ ജയിച്ച ടീമിന് അവര്, അതായത് നല്ലൊരു ഡിസിഷൻ എടുത്ത് അവർ നല്ലൊരു പ്ലെയറിനെ തന്നെ റിസർവ് വെച്ച് ഇമ്പാക്ട് കൊണ്ടുവന്നു. ഓക്കെ, യെസ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത 10 മാച്ച് എന്താണെന്ന് നോക്കാം. ഓക്കെ, 11 to 20. യെസ്, 11 to 20. ഇതാണ് 11 to 20 മാച്ചസിന്റെ. ഇതിലും പഠിക്കല് കുഴപ്പമില്ലാതെ കളിക്കുന്നു. RCB കൊണ്ടുവന്ന ഇമ്പാക്ട് പ്ലെയർ ഓൾമോസ്റ്റ് ഈ പഠിക്കലിലാണ് കുറെ പ്രശ്നം. മിക്ക പ്രാവശ്യം പഠിക്കൽ തന്നെയായിരുന്നു. 12ാമത്തെ മാച്ച് ആണെങ്കിൽ മഴ കൊണ്ടുപോയി, ഒന്നും കളിക്കാൻ പറ്റിയില്ല. 13ാമത്തെ മാച്ചില് ഫെറേറനെ പുറത്താക്കി. പക്ഷെ ഫെറേറ അന്ന് ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അവരുടെ അത്രയും വിക്കറ്റ് പോയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അതായിരിക്കും, ശരിയാണ്. 155 ആണ്. പിന്നെ റദർഫേർഡും ഗസൻഫറും അന്ന് നന്നായി കളിച്ചു. പിന്നെ പിന്നെ മുകേഷും ഭയങ്കര മോശം കളിയായിരുന്നു. പ്രസീദും മോശം കളി കളിച്ചു. ഷാറുഖ് ഖാൻ ആണെങ്കിൽ ബാറ്റിംഗ് ചെയ്തിട്ടില്ല. പിന്നെ വൈഭവ് അറോറ അടുത്ത കളി LSG KKR കുഴപ്പമില്ലാതെ കളിച്ചു. പിന്നാലെ ഇപ്രാവശ്യം പോയി. ബദോണിയും സിദ്ധാർത്ഥും കുഴപ്പമില്ല. ബദോണി ഒരു റൈസിംഗ് സ്റ്റാർ ആണ്. ബേസിക്കലി നോക്കി കഴിഞ്ഞാൽ ബദോണി ഒരു റൈസിംഗ് സ്റ്റാർ ആണ്, നമുക്ക് ഡൗട്ട് ഇല്ലാതെ പറയാം. പിന്നെ RCB വരുമ്പോൾ സൂര്യവംശി പറയേണ്ട ആവശ്യമില്ല. സൂര്യവംശി നമ്മുടെ ഒരു ഭാവി വാഗ്ദാനമാണ്. അപ്പോൾ എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹങ്ങളും മൊത്തത്തിൽ വാങ്ങിക്കൊണ്ടാണ് സൂര്യവംശം. അതുപോലെ തന്നെ പക്ഷെ പുറത്തായ സന്ദീപ് ശർമ്മ അത്രയ്ക്ക് നന്നായി കളിച്ചു. സന്ദീപ് ശർമ്മ ഇപ്രാവശ്യം അതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ സന്ദീപ് ശർമ്മേനെ അല്ലാതെ വെച്ചിട്ടുമില്ല, കാരണം അതിന്റെ ഇടയിൽ ഫോം പോയി, പിന്നെ എന്തോ പുള്ളിക്ക് ഇഞ്ചുറി ആയി, അങ്ങനെയൊക്കെ ആയി. പിന്നെ മറ്റവർക്ക് RCBക്ക് വെങ്കടേഷ് അയ്യറും പഠിക്കലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പഠിക്കല് അത്രയ്ക്ക് നന്നായിട്ട് കളിച്ചിട്ടില്ല. ആ കളി പഠിക്കലിനൊന്നും അത്ര കളിക്കാൻ പറ്റിയിട്ടില്ല. PBKസും SRHും കൂടി എടുത്തു കഴിഞ്ഞാൽ അന്ന് വടേരിയും ചഹലും ഒക്കെ മോശമായി. ഹെഡ് മാത്രം കുഴപ്പമില്ലാതെ കളിച്ചു. അത്രയും കളിച്ചാൽ പോരാ ശരിക്കും പറഞ്ഞു. CSK DC ആണെന്നുണ്ടെങ്കിലും ഹുസൈൻ 2 ഓവറിൽ, അഖിൽ ഹുസൈൻ അന്ന് 2 ഓവറിൽ 20 റൺസ് കൊടുത്തു. വിക്കറ്റൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ ആയുഷിനെ അത്ര നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു. അശുതോഷും കുഴപ്പമില്ലായിരുന്നു. അശുതോഷ് നല്ലൊരു കളിക്കാരനാണ് DCക്ക് വേണ്ടി. പക്ഷെ അശുതോഷിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അവസാനാണ് ഇറക്കുന്നത്. മുകേഷ് ഒരു ഭയങ്കര മോശമാണ്. പക്ഷെ അന്നത്തെ കളിയാണ് സഞ്ജു മാൻ ഓഫ് ദി മാച്ച് 115 എടുത്തത്. ചേട്ടൻ 115 റൺസ് എടുത്ത് നോട്ടൗട്ടായ കളിയാണ് മാൻ ഓഫ് ദി മാച്ച് അല്ലേ. LSG GTയും കൂടി കളിച്ച ദിവസമാണെന്നുണ്ടെങ്കിലും ഭയങ്കര മോശമായിരുന്നു. പക്ഷെ സിറാജ് നല്ല കളിയായിരുന്നു. സിറാജ് കളിച്ചു. പിന്നെ ഷാറുഖ് ഖാൻ ഇമ്പാക്ട് ആയിട്ട് ഇറക്കിയിട്ട് കളിപ്പിച്ചിട്ടില്ല. ഷാറുഖ് ഖാൻ കളിക്കേണ്ട സമയം ഉണ്ടാവില്ല, കാരണം 165 പിന്നെ MI RCB റദർഫേർഡ് നന്നായി കളിച്ചു വന്ന്. പക്ഷെ മയങ്ക് മാർക്കന്റെ ജയിച്ചത് RCB ആണ്. ടിം ഡേവിഡും അന്ന് നന്നായി കളിച്ചിരുന്നു. റസീക്ക് കുഴപ്പമില്ലായിരുന്നു. ടിം ഡേവിഡ് ഹിറ്റർ അല്ലേ, ഭയങ്കര. ഇനിയോ RCB ജയിക്കും ചെയ്തു. പക്ഷെ ഈ 10 കളിയിൽ ഒരു ഇമ്പാക്ട് സബിന് മാത്രമേ മാൻ ഓഫ് ദി മാച്ച് കിട്ടിയിട്ടുള്ളൂ. അതാണ് അപ്പോഴേക്ക് കളി മാറി തുടങ്ങി, മൊത്തം പ്രശ്നമായി. ഓക്കെ. അപ്പോ ഇനി 21 to 30 മാച്ചസ് നമുക്ക് നോക്കാം എന്താണ് നടന്നതെന്ന്. 21 to 30 മാച്ചിൽ SRHും RRും കൂടിയുള്ള ഫസ്റ്റ് കളിയിൽ, ആ കളിയിലല്ലേ നമ്മള് ഷാക്കിബ് ഹുസൈനെയും രണ്ടുപേരെയും ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവർ രണ്ടുപേരും കൂടിയിട്ട് RRനെ ഫസ്റ്റ് 5-6 ഓവർ തന്നെ ഓൾമോസ്റ്റ് 4-5 വിക്കറ്റ് എടുത്തു. ഫസ്റ്റ് ഓവറിൽ 3 വിക്കറ്റ് നേടിയെന്നുള്ള ഖ്യാതി അന്ന് സൂര്യവംശി ഡക്കിന് ഔട്ട് ആവും ചെയ്തു. സൂര്യവംശി ഡക്കിന് എല്ലാവരും പോയി. അന്ന് SRH വളരെ അധികമായിട്ട് തന്നെ ജയിക്കും ചെയ്തു.
CSK KKR മാച്ചില് അഖിൽ ഹുസൈൻ കുഴപ്പമില്ലാതെ കളിച്ചു, മാത്രമേ കുഴപ്പമില്ലാതെ കളിച്ചു. പക്ഷേ KKR അന്ന് നിരാശപ്പെടുത്തി. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ അവര് CSK ആണ് അന്ന് ജയിച്ചത്. അടുത്തത് RCB LSG. അന്ന് കോഹ്ലിയാണ് ഇമ്പാക്ട് ഇന്നായിട്ട് വന്നത്, കുഴപ്പമില്ലാതെ കളിച്ചു. കോഹ്ലിന് ഇമ്പാക്ട് ആയി കൊണ്ടുവന്നു. ആദ്യമായി ഒരു കളിയെ കൊടുത്തിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ബധോണി അന്ന് നന്നായി കളിച്ചു. ബധോണിക്ക് ഒരു അവസരം അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഗസൻഫാറിന് മുംബൈക്ക് വേണ്ടിക്ക് നല്ല കളി തന്നെയാണ് നോർമലി ചെയ്തത്. ക്യാപ്റ്റൻ ആയിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ സ്കൈ, വളരെ മോശമായി പോയി എന്നുള്ളതാണ്. പിന്നെ അന്ന് പഞ്ചാബ് ഇമ്പാക്ട് സബ്സിനെ ഒന്നും എടുത്തിട്ടില്ല എന്നാണ് ഉണ്ടാവില്ല, കാരണം അത്രയ്ക്ക് ആവശ്യമില്ലായിരുന്നല്ലോ പഞ്ചാബിന്. പഞ്ചാബ് ഫസ്റ്റ് ബൗളിംഗ് ആണ് ചെയ്തത്, സെക്കൻഡ് ബാറ്റിംഗ് ആയിരുന്നു അതുകൊണ്ട്. പിന്നെ അടുത്ത GT KKR, ഷാറൂഖ് ഭയങ്കര മോശം കളിയായിരുന്നു അന്ന്. പ്രസീദ് കൃഷ്ണ ഒരു ആവറേജ്. ചക്രവർത്തി കുഴപ്പമില്ല. ചക്രവർത്തി KKRന് വേണ്ടിയിട്ട് അല്ലെ വേൾഡ് കപ്പിന്റെ അവിടെ നിന്നെല്ലാം മങ്ങി പോയിട്ടുണ്ടായിരുന്നു, ഇവിടെ വന്നിട്ട് പിന്നെ കുഴപ്പമില്ല തിരിച്ചു വന്നു. അതാണത്. രഘുവൻഷി പക്ഷെ അന്ന് നന്നായി കളിച്ചില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, KKRന് അന്നെല്ലാം ബാഡ് ലക്കുകളാണ് ഒരുപാട്. കാരണം KKR കളിക്കുന്നുണ്ട് നന്നായിട്ടുണ്ടെങ്കിലും എല്ലാം തോറ്റ് പോവാണ്. ടേബിളിൽ ലാസ്റ്റ് ഒക്കെ കിടന്നിരുന്നു തോന്നുന്നു ആ സമയത്ത്. പിന്നെ അടുത്തത് RCB DC കളി. അതില് റസിഖ്ദറും പടിക്കലും കരുൺ നായർ ഒക്കെ ഭയങ്കര മോശമായിരുന്നു. മുകേഷ് ചൗധരി എന്ന് പറയുന്നത് ഒരു ആവറേജ് കളി എന്ന് കാണിച്ചാൽ മുകേഷ് കുമാർ. പിന്നെ അടുത്തത് SRHും CSK. അന്നാണ് ലിയാൻ ലിവിങ്സ്റ്റനെ കൊണ്ടുവന്നെന്ന് തോന്നുന്നു. SRHന് വേണ്ടിയിട്ട് പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ട്രേവിസ് ഹെഡും മെല്ലെ കളിച്ചു. ആ കളി കഴിഞ്ഞപ്പോഴാണ് ആയുഷ് മാത്രയ്ക്ക് ഇഞ്ചുറി ആയതെന്ന് സംശയം. പക്ഷെ അന്നും SRH ജയിച്ചത്. അത് കണ്ടോ, ഇത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അങ്ങനെ നോക്കുക, ഇമ്പാക്ട് പ്ലെയർ മോശമായിട്ടും അവരാണ് ജയിച്ചത്. അപ്പോൾ ബാക്കിയുള്ള കളിക്കാര് നന്നായി കളിച്ചു. ഇമ്പാക്ട് പ്ലെയറിന്റെ ഒരു യൂസ് അവിടെ ഉണ്ടായില്ല. അതാണ് ക്യാപ്റ്റൻസ് പറയുന്നത് ചില സമയത്ത്. KKRും RRും കൂടി കളിച്ച് രഘുവംശി പോയി. ചക്രവർത്തി അന്ന് നല്ലൊരു കളിയാണ് കളിച്ചത്. രഘുവംശി അവർക്കൊരു മുതൽക്കൂട്ടാണ് KKRന്. ഞാൻ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, എനിക്ക് തോന്നുന്നു രഘുവംശിനെ ഇമ്പാക്ട് പ്ലെയർ ആയി ഇറക്കിയപ്പോഴെല്ലാം അവൻ ഫെയിലായി. പക്ഷെ അല്ലാത്ത സമയത്ത് നോർമൽ കളിക്കാരനായിട്ട് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറെ 50 ഉണ്ട്. അടുത്ത കളി മറ്റവർക്ക് പക്ഷെ പുഞ്ചി സൂര്യവംശിയും ഒരു റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയ കളിയായിരുന്നു. കാരണം പക്ഷെ അവിടെ വേറൊരു എനിക്കൊരു വിഷമമുണ്ട്. നമ്മുടെ വിഘ്നേഷ് പുത്തൂർ ഇതുവരെ ഇറങ്ങിയില്ല. RRന് വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ട് അതുണ്ടായിരുന്നു. അതുപോലെ തന്നെയല്ലോ സച്ചിന്റെ മോന് അവസാനത്തെ ഒരു കളി വെറുതെ ഒന്ന് ഇട്ട് കൊടുത്തു. ബാഡ് ലക്കുകളാന്ന് പറഞ്ഞു. പഞ്ചാബും LSG കൂടി കളിച്ച് ആരും നന്നായി കളിച്ചില്ല. അതുണ്ടായിരുന്നു. അടുത്തത് GTMI. അതിലും GTക്ക് ആരും നന്നായി കളിച്ചില്ല. പിന്നെ MIക്ക് പിന്നെ വന്ന ആള് നന്നായി കളിച്ചു. അശ്വിനി കുമാർ പക്ഷെ പിന്നെ കണ്ടിട്ടില്ല. അന്ന് പക്ഷെ തിലക് വർമ്മയുടെ ഒരു 101 നോട്ട് ഔട്ട് ഗെയിം ആയിരുന്നു അത്. അപ്പോ ഇനി നമുക്ക് അടുത്ത 10 കളി നോക്കാം. 30-40. ഫസ്റ്റ് കളി തന്നെ SRH DC ആണ്. അന്ന് SRHന് വേണ്ടി ഇറങ്ങിയ ആൾക്കാർ കുഴപ്പമില്ലാതെ കളിച്ചു. അശുതോഷ് DCക്ക് കുഴപ്പമില്ലാതെ കളിച്ചു എന്ന് പറയാം. ഭയങ്കര അടി കിട്ടി അന്ന്. പക്ഷെ അന്ന് അഭിഷേക് ശർമ്മയുടെ 135 നോട്ട് ഔട്ട് ഉണ്ട്. മാൻ ഓഫ് ദി മാച്ചുമായി. പിന്നെ അടുത്ത കളി LSG RR. അല്ല, അപ്പൊ അതിന്റെ ഇടയിൽ അത് കഴിഞ്ഞിട്ടാണ് ഹിമ്മത് സിംഗ് 15-15. പ്രിൻസ് യാദവ് അവർക്ക് LSGക്ക്. എനിക്ക് പ്രിൻസ് യാദവ് ഇന്ത്യൻ ടീമിൽ എടുത്തു. ഇന്ത്യൻ ടീമിൽ അഫ്ഗാനിസ്ഥാനും എതിരായിട്ടുള്ള പ്രിൻസ് യാദവ് നല്ല കളിയായിരുന്നു. അത് അവര് സെലക്ടേഴ്സ് കണ്ടു, ഇഷ്ടപ്പെട്ടു, പുള്ളിനെ എടുത്തു. ശുഭം ദുബെ
അതെല്ലാം ഒരു ആവറേജ് കളി ജയസ്വാളും അന്ന് അത്രയും നന്നായിട്ടില്ല. അടുത്ത മുംബൈ CSK മാച്ച് നോക്കുകയാണെങ്കിൽ ഡാനിഷ് മലേവർ എന്ന് പറഞ്ഞ പയ്യനെ കൊണ്ടുവന്ന ഒരു ഇമ്പാക്റ്റ് ആയിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. ഫസ്റ്റ് ബാറ്റ് ഒന്ന് ഡക്ക് ഔട്ട് ആയി പോയി. ഈ ഗസൻ ഫാർ ബൗളർ പിന്നെ വളരെ റിയലൈസ് ചെയ്ത് കളിച്ച ആളാണ്. പക്ഷെ അന്ന് അക്കീൽ ഹുസൈന്റെ നല്ലൊരു കളി തന്നെയായിരുന്നു അത് ഇമ്പാക്ട് പ്ലെയറെ കൊണ്ടുവന്നതിന് യൂസ് ഉണ്ടായി. അന്ന് സഞ്ജു സാംസൺ പിന്നെയും ഒരു സെഞ്ചുറി, സഞ്ജു ചേട്ടന്റെ രണ്ടാമത്തെ സെഞ്ചുറി പറഞ്ഞു അന്ന് CSK ജയിച്ചു. സഞ്ജു കളിച്ചന്നൊക്കെ ജയിച്ചു എന്ന് പറയാം. പിന്നെ അടുത്ത കളി ഭയങ്കര മോശമായിരുന്നു. പക്ഷെ അതൊരു ഹൈ സ്കോറിംഗ് മാച്ചും ആയിരുന്നു. 200+ മാച്ചാണ്. പക്ഷെ ഇമ്പാക്ട് പ്ലേയേഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ DC പഞ്ചാബ് അന്നാണ് രാഹുൽ 152 നോട്ട് ഔട്ട്. ഇതിലെ നോക്കുന്നുണ്ട് യാക്കിബ് നബി എന്ന് പറഞ്ഞ മനുഷ്യൻ നമ്മൾ അന്ന് പറഞ്ഞു നല്ല കളിക്കാരൻ. പക്ഷെ യാക്കിബ് നബീനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ആ പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ പ്രാവശ്യം എന്നുള്ളതാണ് വളരെ മോശം. അതാണ് ചില പ്ലേയേഴ്സിന് നമുക്ക് ആ ഒരു വാല്യൂവിൽ കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കളി പുറത്തെടുക്കാൻ പറ്റാത്ത പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്ന് 264 എടുത്തിട്ടും അവർക്ക് തോക്കേണ്ടി വന്നു എന്നൊരു കാര്യമുണ്ട്. ഇതായിരുന്നു ആ മാച്ച്. രാഹുലിന്റെ 152 തോറ്റ മാച്ചിൽ മാൻ ഓഫ് ദി മാച്ച് കൊടുക്കേണ്ടി വന്നു ഫസ്റ്റ് ഇന്ത്യൻ ക്രോസ് 150. അതെ, അത്രയ്ക്ക് നല്ല കളി. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വന്നതിന്റെ ഇടയിൽ വേറൊരു കാര്യം കൂടെ, സായി സുദർശൻ GTക്ക് വേണ്ടിയിട്ട് നല്ല കളിയാണ്. ഇപ്പോ എനിക്ക് തോന്നുന്നു ഓറഞ്ച് ക്യാപ്പിന് വേണ്ടിയിട്ട് 2ാം സ്ഥാനത്തുണ്ട്. ഈ സായി സുദർശനെ നമ്മൾ ഇന്ത്യൻ ടീമിൽ ഒരുപാട് പ്രാവശ്യം കൊണ്ടുപോകും ടെസ്റ്റിന്. പക്ഷെ ഒരിക്കൽ പോലും സായി സുദർശന്റെ ആ കളി പുറത്തെടുക്കാൻ പറ്റിയില്ല. സായി സുദർശൻ ബാക്ക് ടു പാവിലിയനായിരുന്നു. അതാണ് പറയുന്നത്, ഓരോരുത്തർക്കും ഒരു കളി പുറത്തെടുക്കുന്ന നല്ലൊരു കളിക്കാരനായാലും ചില സമയത്ത് ബാഡ് ലക്ക് അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കോൺഫിഡൻസ് കിട്ടുന്നില്ല. അതാണ് അതിന്റെ കാര്യം. ഓക്കെ, നെക്സ്റ്റ് കളി RRSRH ഒരാളും നന്നായി കളിക്കാൻ പറ്റിയിട്ടില്ല. അത് നല്ലൊരു കളിയായിരുന്നു. പക്ഷെ അല്ലേ 229 228 നല്ല കളിയായിരുന്നു. കിഷനൊക്കെ നന്നായി കളിച്ചു. CSK കൂടി കളിച്ച് സർഫറാസും മുർവിലും രണ്ടുപേരും മോശം. സർഫറാസ് ഖാൻ പുള്ളി വളരെ മോശമായി പോയി. നല്ലൊരു ഫീൽഡറാണ്. LSG KKR കൂടി കളിച്ചപ്പോ KKR ഇതാണ് സൂപ്പർ ഓവർ അല്ലേ? ഈ കളിയാണ് ഓൺലി സൂപ്പർ ഓവർ. ഓക്കെ, ഈ സൂപ്പർ ഓവർ വരെ പോയ കളി ലോ സ്കോറിംഗ് മാച്ച് ആയിരുന്നു. റിങ്കു അന്ന് നല്ല കളിയാണ്, ക്യാച്ചും ഹിറ്റിങ്ങും ഒക്കെ. സൂപ്പർ ഓവർ അത് ഒരു സൂപ്പർ ഓവറും വളരെ ലോ സ്കോറിംഗ് മാച്ചായി. LSG നാരായൺ ബോളിംഗ് 2 റണ്ണോ എത്ര എടുത്തിട്ടുള്ളൂ. ആകെ ഒരു റിങ്ക് വന്നൊരു 4 അടിച്ചിട്ട് പോവുകയും ചെയ്തു. പിന്നെ DC RCB നേരത്തെ 264 എടുത്ത DCനെ ഇപ്രാവശ്യം 75 ഓൾ ഔട്ട് ആക്കി. ലോവസ്റ്റ് സ്കോർ ആയിരിക്കുമല്ലോ. അതെ. അപ്പൊ ഇതില് ആരാ നന്നായി കളിച്ചത്? അങ്ങനെ പറയാൻ പറ്റില്ല. ഹേസൽവുഡിന് വിക്കറ്റ് ഉണ്ടായിരുന്നു, 3 or 4 വിക്കറ്റ്. അവര് ഇമ്പാക്ട് പ്ലെയർ അല്ലായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ജസ്പ്രീത് ബ്രാർ അത് PPK സാറാണ്. അതെ, കളിക്കാൻ പറ്റില്ല. ഇവിടേക്ക് എത്തിയപ്പോഴേക്ക് PBS പഞ്ചാബ് ആകെ തളർന്നു പോയി. അങ്ങനെയാണ് തോറ്റു തുടങ്ങിയത്. പിന്നെ ആര്യ കുഴപ്പമില്ലാതെ കളിച്ചു. പക്ഷെ RRന് യശ്രാജ് പുഞ്ച എന്ന് പറഞ്ഞ ഒരു യങ് സ്പിന്നർ നല്ല കളി വന്നിട്ടുണ്ട്. പക്ഷെ ഈ 10 കളിയിൽ ഒരു ഇമ്പാക്റ്റിന് പോലും മാൻ ഓഫ് ദി മാച്ച് ഇല്ല. ഈ 10 കളിയിൽ കളർ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് ഇമ്പാക്ട് പ്ലേയേഴ്സ് ഒരു ആവറേജ് പെർഫോമൻസിൽ അല്ലെങ്കിൽ പൂർ പെർഫോമൻസ്, ബാഡ് പെർഫോമൻസ് ആയിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കളികളിലൊന്നും അവർക്ക് ഒരു പ്രസക്തി ഉണ്ടായിരുന്നില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ്. ഓക്കെ, അന്ന് മുംബൈ തോറ്റോണ്ടിരുന്ന കുഴപ്പമില്ലാത്ത സ്കോർ എടുത്ത കളിയാണ്. പക്ഷെ 5 ബോളേഴ്സ് എത്ര ഉണ്ടായിട്ട് അവർ പിന്നെയും ഇമ്പാക്റ്റ് ആയിട്ട് പിന്നെയും ഷാദുൽ ഠാക്കൂറിനെ തന്നെ ഇറക്കി. പക്ഷെ അന്ന് ബോൾ ചെയ്യാൻ കൊടുത്തിട്ടില്ല. പിന്നെ എന്തിനാ ഇറക്കിയെന്ന് മനസ്സിലാവുന്നില്ല. ഇമ്പാക്ട് പ്ലേയേഴ്സ് അത് വേണോ വേണ്ടേ, അല്ലെങ്കിൽ പിന്നെ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. GT-RCB കൂടി കളിച്ചന്ന് വെങ്കടേഷ് അയ്യരും ജേക്കബ് ബേത്തല RCBക്ക് വേണ്ടി വളരെ മോശമായി പോയി. ഈ ടെവാട്ടിയ എന്ന് പറയുന്ന പ്ലെയർ ഒരു നല്ല പ്ലെയർ, ആൾക്ക് എപ്പോഴും ലാസ്റ്റിലാണ് 7th 6th ഡൗൺ ഒക്കെ ആയിട്ടാണ് ഇറങ്ങുന്നത്. അത് കാരണമാണ് ഈ പ്രശ്നം വരുന്നത്. RRും DCയും കൂടിയുള്ള അടുത്ത കളിയിൽ നോക്കിക്കഴിഞ്ഞാല് പക്ഷെ ഒരു ഗുണം ഉണ്ടായില്ല എന്ന് പറയാം. പക്ഷെ ഇതിൽ RR ഇമ്പാക്ട് പ്ലെയറെ കൊണ്ടുവന്നിട്ടില്ലല്ലോ. RR ആണ് കൊണ്ടുവന്നത്, DC കൊണ്ടുവന്നിട്ടില്ല.
ഓക്കെ. DC എന്തേ കൊണ്ടുവരാത്തത്? DC അന്ന് നല്ല കളിയായിരുന്നു. DC ആണോ ജയിച്ചത്? Yes. ഓക്കെ, DC ജയിച്ചു. ഓക്കെ, അവർക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. CSK മുംബൈ കളിച്ച കളിയിൽ കാർത്തിക് ശർമ്മ കുഴപ്പമില്ലാതെ കളിച്ചു. ഈ കാർത്തിക് ശർമ്മേനെയും പ്രശാന്ത് വീരിനെയാണ് അവർ 13.5 ക്രോർസിൽ എടുത്തത്. അപ്പൊ അവർ ആ ഒരു കളിയിലേക്ക് എത്തിയിരുന്നില്ല, കാരണം അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്ന് ഒന്ന് അവരെ എനിക്കൊന്ന് മിക്ക സമയത്ത് ഇറക്കിയത് പ്രഷർ സിറ്റുവേഷൻസിലാണ് കളി കൊടുത്തത്. പക്ഷെ പിന്നെ ആയപ്പോഴേക്ക് CSK ഒന്ന് മുന്നോട്ട് വരാൻ തുടങ്ങിയല്ലോ. പക്ഷെ ആ സമയം ആയപ്പോഴേക്ക് ഇവരും ഒന്ന് ഇതായിപ്പോയി, ടു ലേറ്റ് ആയിപ്പോയി. രഘു ശർമ്മ അന്ന് കുഴപ്പമില്ലാതെ കളിച്ചിരുന്നു. രഘു ശർമ്മ അവർ മുംബൈ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. പക്ഷെ അതൊരു കുഴപ്പമില്ലാത്ത സ്പിന്നർ ആയിരുന്നു. SRH KKRന്റെ കളി എടുത്തു കഴിഞ്ഞാൽ ഷാക്കിബ് ഹുസൈൻ നല്ലൊരു ബൗളറാണ്. കമ്മിൻസ് ക്യാപ്റ്റനും ഇഷ്ടമായി തോന്നുന്നു. പ്രഫുൽ കിങ്കേക്കാളും അങ്ങനെ കളിക്കാൻ പറ്റിയിട്ടില്ല, ഫസ്റ്റ് കളി മാത്രമേ കളിച്ചിട്ടുള്ളൂ. അങ്ങനെ കളിച്ചു. പക്ഷെ ഇവൻ ഒരു കൺസിസ്റ്റന്റ് കളി ഉണ്ട്. പിന്നെ അല്ലനും വൈഭവ് അറോറയും കുഴപ്പമില്ലാതെ കളിച്ചിട്ടുണ്ട്. പക്ഷെ മാൻ ഓഫ് ദി മാച്ച് ആർക്കും ഇല്ല ഈ 10 കളി നോക്കിക്കഴിഞ്ഞാൽ. ഇമ്പാക്ട് പ്ലേയേഴ്സ് ആരും മാൻ ഓഫ് ദി മാച്ച് ആയിട്ടില്ല. അടുത്തത് GT KPP പഞ്ചാബും കൂടി. അപ്പോൾ അതൊക്കെ എത്തിയപ്പോഴേക്ക് പഞ്ചാബ് ആകെ തളർന്നു പോയി, തോറ്റ് തുടങ്ങാൻ തുടങ്ങി. അതാണ് ഉണ്ടായത്. അടുത്ത കളി രോഹിത് ശർമ്മ ആ കളി നല്ല പോലെ കളിച്ചിരുന്നു. രഘു ശർമ്മയും കുഴപ്പമില്ല, എല്ലാ ഇമ്പാക്ട് പ്ലേയേഴ്സും കുഴപ്പമില്ലാതെ കളിച്ചു. അതില് ഒന്നുകൂടി നന്നായി കളിച്ചത് മുംബൈയുടെ ഇമ്പാക്ട് പ്ലേയേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് ആ കളി ജയിച്ചു. പക്ഷെ ഓക്കെ, നമുക്ക് അനാലിസിന്റെ ഫൈനലിൽ പറയാം. അതുപോലെ റിസ്വിയുടെ കാര്യമാണെങ്കിലും അടുത്ത കളിയിൽ അങ്ങനെയായിരുന്നു. പക്ഷെ കരുൺ നായറിന് കിട്ടിയ എല്ലാ ഓപ്പർച്യൂണിറ്റീസും കരുൺ നായർ കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ്. ഇതിപ്പോ മാത്രമല്ല, ഇന്ത്യൻ ടീമിലെടുത്ത സമയത്തും ഇത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ IPL DCക്ക് ഇതുപോലെയാണ് ഉണ്ടായത്. അപ്പോൾ കരുൺ നായർ, പക്ഷേ ഈ കരുൺ നായരാണ് രഞ്ജി ട്രോഫിയിലും വേറെ മുസ്താഖ് ട്രോഫിയിലും എല്ലാം സെഞ്ചുറികളും ട്രിപ്പിളും ഡബിളും അടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അടുത്ത ഹൈദരാബാദിൽ കളി നടന്ന SRHും പഞ്ചാബും കൂടി കളിച്ചു. പഞ്ചാബ് വീണ്ടും തോറ്റു. ഹർഷദ് ദുബൈയും ട്രാവിസ് ഹെഡ് കുഴപ്പമില്ലാതെ കളിച്ചിട്ടുണ്ടെന്ന്. ഈ കളിയിൽ 2 ഔട്ടായ ആൾക്കാരാണ് കുഴപ്പമില്ലാതെ കളിച്ചത്. ഇന്ന് മൊത്തം മോശമായിരുന്നു. പക്ഷെ ആര്യ വീണ്ടും നിരാശപ്പെടുത്തിയെന്ന് പറയാം. LSG RCBക്ക് വേണ്ടിയിട്ട് വീണ്ടും അന്നൊരു മഴ പെയ്തു, കുറച്ച് ഓവറൊക്കെ കുറഞ്ഞത് ഇതായിരുന്നു കളി. DLSലാണ് ജയിച്ചത്. അന്ന് RCB തോൽക്കുകയും ചെയ്തു. എങ്ങനെയാണോ അതില് ടീം ഡേവിഡ് നന്നായി കളിച്ചിട്ടുണ്ടല്ലേ? നന്നായി കളിച്ചിട്ടുണ്ട്. അന്ന് മിച്ചൽ മാർഷ് 111 എടുത്ത കളിയാണ്. അപ്പോൾ ഇതാ നമുക്ക് നമ്മുടെ അടുത്ത 10 കളിയിൽ പോവാം. 50-60. യെസ്, 51-60. ഫസ്റ്റ് കളി DC KKR ആണ്. KKR ജയിച്ച് അലൻ പിന്നെ കുറെ കാലത്തിന് ശേഷം നല്ലൊരു കളി കാഴ്ചവെച്ചു. ഇതിൽ ഇമ്പാക്ട് കറക്റ്റ് ആയിട്ട് നടന്നിട്ടുണ്ട്. അതെ, അന്ന് പക്ഷെ ചക്രവർത്തി കുഴപ്പമില്ലായിരുന്നു, പക്ഷെ വിക്കറ്റ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ചക്രവർത്തി കുൽദീപ് യാദവിന് നല്ല അടി കിട്ടിയിട്ടുണ്ട്. അശുതോഷ് അന്നും നന്നായി കളിച്ചു. അശുതോഷ് ഒരു ഫൈറ്ററാണ്. അതെ, പക്ഷെ അതൊരു ലോ സ്കോറിംഗ് മാച്ച് ആയിരുന്നു. അതെ, RRGTയിലെ GT വീണ്ടും ജയിച്ചു അന്ന്. അതെ, റഷീദ് ഖാൻ, സൂര്യവംശി വലിയ കുഴപ്പമില്ല, പൊഞ്ചിയും കുഴപ്പമില്ലായിരുന്നു. ഇതിലാരും എല്ലാവരും വലിയ പ്രശ്നമില്ലാതെ കളിച്ചിട്ടുണ്ടായിരുന്നു. CSK LSG ആണെന്നുണ്ടെങ്കിൽ പ്രശാന്ത് വീർ കുഴപ്പമില്ലാന്ന് പറയാം, പക്ഷെ അത്രയ്ക്ക് നല്ലതല്ലായിരുന്നു. കൊടുത്ത പൈസക്കുള്ളൊന്നും കളിച്ചിട്ടില്ല. പക്ഷെ ഈ ജോഷ് ഇംഗ്ലീഷിനെ LSG കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു ജോഷ് ഇംഗ്ലീഷ് അപ്പൊ തൊട്ട് അവർ ജയിച്ചു തുടങ്ങി. ജോഷ് ഇംഗ്ലീഷ് അറ്റ്ലീസ്റ്റ് നല്ല കളി കളിച്ചിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. മുംബൈ RCB കളിയിലുണ്ടെങ്കിൽ ദേവദത്ത് മോശമായിരുന്നു, സുയാഷ് മോശമാണ്, രഘു ശർമ്മയ്ക്ക് റെക്കോർഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അത് അന്ന് കളിച്ചു കാണില്ല. അതെ, പഞ്ചാബ് DC ആണെന്നുണ്ടെങ്കിൽ DC ജയിച്ചു. യാഷ് ഠാക്കൂറിന് കിട്ടിയ അടി കാര്യമില്ല. അന്നും അശുതോഷ് നന്നായി കളിച്ചു. ശശാങ്ക് സിംഗ് ഒരു നല്ല കഴിഞ്ഞ കളി വരെ, കഴിഞ്ഞ IPL വരെ സീസൺ വരെ, അതുകൊണ്ടാണ് ശശാങ്കിനെ അവർ നിലനിർത്തി വന്നത്. പക്ഷെ ഈ ശശാങ്ക് ഈ IPL പഞ്ചാബ് കിങ്സിനെ തോൽപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പല ക്യാച്ചുകളൊക്കെ പോയി. ശശാങ്ക് സിംഗിന് എന്തോ നിറം മങ്ങിപ്പോയി, എനിക്കറിയില്ല. അടുത്തതിലൊക്കെ അവരുടെ സെലക്ടർ ആണെങ്കിൽ റിക്കി പോണ്ടിങ് ഒക്കെ അവരെടുക്കുമോ അതും അറിയില്ല. ഇനിയോ GT SRHന്റെ കളി എടുത്തു കഴിഞ്ഞാൽ പ്രസീദ് കൃഷ്ണ വീണ്ടും നല്ലൊരു ഇമ്പാക്റ്റ് ആണ്. കിട്ടിയൊരു ബോൾ ടിവാറ്റി ആ സമയത്താണ് വരുന്നത്. അതില് ഹുസൈൻ ആ പയ്യൻ വീണ്ടും നന്നായി കളിച്ചിട്ടുണ്ട്, കുഴപ്പമില്ലാതെ. RCB KKRല് കൺസിസ്റ്റന്റ് എന്താ പറയാ ഇമ്പാക്ട് പ്ലെയർ ആണ്. പിന്നെ അല്ലനും കുഴപ്പമില്ല.
ഈ പഞ്ചാബും മുംബൈയും കൂടി ഇല്ലാതെ വിഷ്ണു വിനോദിന് അന്ന് ആ കളി വളരെ മോശമായതല്ലായിരുന്നു. ആ കളിയിൽ കുഴപ്പമില്ല. പിന്നെ പ്രബ്മാനും കുഴപ്പമില്ലായിരുന്നു. നല്ല കളിക്കാരനാണ്. പിന്നെ ഇംഗ്ലീഷ് വേണ്ടിയുള്ള LSG വീണ്ടും പിന്നെയും നന്നായി കളിച്ചിട്ടുണ്ട്. പ്രിൻസ് യാദവും ഒരു നല്ല ഗുഡ് ഡേ ആയിരുന്നില്ല. പക്ഷെ എനിക്ക് പ്രിൻസ് യാദവിനെ ഇഷ്ടമാണ്. പുള്ളി വലിയ നല്ല കളിക്കാർ. അതെ, ഗുർജപ്നീത് മോശമായിരുന്നു. ശിവൻ ദൂബെ അങ്ങനെ ഒരു കളിയേറ്റ് അങ്ങനെ കളിച്ചു കണ്ടു. പിന്നെ എല്ലാം മോശമായിരുന്നു. ശിവൻ ദൂബെ വേൾഡ് കപ്പ് നേടിയതിനു ശേഷം കളി മറന്നു തോന്നുന്നു. അതാണ്ടായത്. പതിരാണ കുഴപ്പമില്ലായിരുന്നു. ഒരു ഓവർ അലൻ പിന്നെയും പതിരാണ അന്ന് ഇമ്പാക്റ്റിൽ വന്ന് എനിക്ക് തോന്നുന്നത് പുള്ളി ഇഞ്ചേർഡ് ആയി പോയി. അതെ, അലൻ പിന്നെയും നല്ലൊരു കളി തന്നെയായിരുന്നു. അപ്പൊ അല്ല, അത് അവര് കളി തുടങ്ങിയപ്പോൾ KKR ജയിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അടുത്ത ലാസ്റ്റ് 10 കളി നമുക്ക് നോക്കാം എന്താണ് നടന്നത്. ലാസ്റ്റ് 10 കളിയില് പഞ്ചാബ് RCBയും കൂടി കളിച്ച് സ്റ്റോണീസ് അന്ന് കുറെ നന്നായി കളിച്ചു. എങ്കിലും ആ കളി ചേസ് ചെയ്ത് പഞ്ചാബ് തോൽക്കുകയാണ് ചെയ്തത്. അന്ന് ദേവദത്ത് നന്നായി കളിച്ചു. അവരുടെ RCBയുടെ കളിച്ചിട്ടുണ്ട്. അടുത്ത കളി എല്ലാവരും മോശമായിരുന്നു. പക്ഷെ അശുതോഷ് അപ്പോഴും പിന്നെയും നന്നായി കളിച്ചു. CSK SRHലാണെങ്കിലും മുകേഷ് ചൗധരി CSKക്ക് കുഴപ്പമില്ല. കുഴപ്പമില്ലാതെ കളിച്ചു. പക്ഷെ അന്ന് ഹുസൈൻ അത്രയ്ക്ക് നല്ല കളിയല്ലായിരുന്നു. അടുത്ത കളി നമ്മുടെ ചോട്ടാ ഭീം പിന്നെയും നന്നായി കളിച്ചു. പുഞ്ചിയും നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു സങ്കടം എന്താ പറയാ, 4 സെഞ്ചുറിയാ പോയത് സൂര്യവംശിയുടെ. 3 സെഞ്ചുറിയിലേ പോയത് അല്ലല്ലോ. ഒരു 93, ഒരു 97, ഒരു 96. അതിന് മുന്നേ ഒരു സെഞ്ചുറി ആയിട്ട് പോയിട്ടുണ്ട്. ഒരു സെഞ്ചുറി കിട്ടി. കിട്ടുകയാണ് ചെയ്തത്. 4 സെഞ്ചുറി ആവണമായിരുന്നു. അടുത്തത് കൽക്കട്ട KKR മുംബൈയിലെ അലൻ മോശമായി. ചക്രവർത്തി ഗസൻഫറും നന്നായി കളിച്ചു. KKR ജയിച്ചു. പിന്നെ അടുത്ത CSKGT ടെവാട്ടിക്ക് അന്ന് കളിക്കാൻ പറ്റിയില്ല. ഒരു ഓവറിൽ 13 റൺ കൊടുത്ത് പിന്നെ എറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ടെവാട്ടി പക്ഷെ അന്ന് മോശമായി പോയി. ഓക്കെ, അന്ന് അത് പ്രശ്നമായി. SRH RCB കളിയാണെന്നുണ്ടെങ്കിൽ അതിലും ഇമ്പാക്റ്റിന് വലിയ അത്രയ്ക്ക് നന്നായിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല. പിന്നെ LSG പഞ്ചാബ് ആയാലും അന്നും ഇംഗ്ലീഷ് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിന് കിട്ടിയ കളികളെല്ലാം ഇംഗ്ലീഷ് കളിച്ചിട്ടുണ്ട്. അവർ ആദ്യം തൊട്ടിട്ട് ജോഷ് ഇംഗ്ലീഷിനെ കളിപ്പിക്കണമായിരുന്നു എന്ന് തോന്നുന്നു. LSG ആണെങ്കിൽ ഏറ്റവും ലാസ്റ്റിൽ പോയിരുന്നു. LSG ഫോർ ദ ഇൻഫർമേഷൻ, LSG ഇപ്പോൾ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ കിട്ടിയത് ഋഷഭ് പന്ത് ക്യാപ്റ്റൻസി ഒഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. മുംബൈ RRും കൂടി കളിച്ച് അന്ന് ജഡ്ഡുബായി കുഴപ്പമില്ല കളിച്ചു, ബാറ്റ് ചെയ്തു. പിന്നെ ശുഭം ദുബെ മോശമായിരുന്നു. രോഹിത് ശർമ്മയും മോശമായിരുന്നു. ലാസ്റ്റ് 70ാമത്തെ കളിയിൽ കുൽദീപ് യാദവ് നല്ലൊരു കളി തന്നെയായിരുന്നു. ഒന്നാമത് മാൻ ഓഫ് ദി മാച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കഴിഞ്ഞു. അപ്പൊ 70 കളികൾ കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ള സമ്മറി നമുക്ക് നോക്കാലോ. ഓക്കെ, ഇതാണ് അവരുടെ പെർസെന്റേജ്. ഇനി പറ, ഇപ്പൊ ഇതൊന്നും നമുക്ക് എന്താ മനസ്സിലാവുന്നത്? അതായത് ഇപ്പൊ ഇമ്പാക്ട് പ്ലെയറെ എടുത്തുകൊണ്ട് ഇപ്പൊ ക്യാപ്റ്റൻസും പേരെല്ലാം പറഞ്ഞിരുന്നു, എന്തെങ്കിലും വലിയൊരു ഗുണം ഉണ്ടായി നമുക്ക് പറയാൻ പറ്റുന്നില്ല. 65% ആണ് സക്സസ് റേറ്റ് ഇമ്പാക്ട് പ്ലെയേഴ്സ് വെച്ചിട്ട് കിട്ടിയിട്ടുള്ളത്. എന്നിട്ടും ആ ടീമൊട്ട് പ്ലേ ഓഫിലേക്ക് കയറിയതുമില്ല. ഓക്കെ, അപ്പോൾ അതായത് ഒരു മിസ് മാച്ച് ആയിരുന്നു അവിടെ കണ്ടതെന്ന് പറയാം അല്ലേ. അവർക്കൊരു കൺക്ലൂഷനിൽ എത്താൻ കഴിഞ്ഞില്ല. അടുത്ത RCB ആണ് ആകെ കുറച്ച് ഇമ്പാക്ട് വൈസ്ലി യൂസ് ചെയ്തത്. അത് നമുക്ക് ആ ടേബിൾ കണ്ടാൽ അറിയാം. ദേവദത്ത് പടിക്കലാണെങ്കിലും ശ്രീയാങ്ക് ശർമ്മ ആണെങ്കിലും അവരെന്ത് അവർക്ക് വലിയ കൺസിസ്റ്റന്റ് ആയിട്ട് ഇമ്പാക്ട് പ്ലേയേഴ്സിനെ അവർ യൂസ് ചെയ്തു. അതുകൊണ്ട് അവർക്ക് കാര്യമുണ്ട്. ബട്ട് 60% ആണ് 65% റേറ്റിലേ ഉള്ളൂ. DC-യുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് തന്നെ അതാണ്. അപ്പോൾ ഇത് ഇമ്പാക്ട് പ്ലെയർ കൊണ്ട് ഒരു ടീം ഡയറക്റ്റ് പ്ലേ ഓഫിലേക്ക് എത്തി എന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി അടുത്ത 3 സെറ്റ് എടുത്തു കഴിഞ്ഞാലും എല്ലാവരും 52% വരെയാണ്. LSG ആണെങ്കിലും മുംബൈ ആണെങ്കിലും RR ആണെങ്കിലും അവരെല്ലാം സെയിം നമ്പർ ഓഫ് ഇമ്പാക്ട് പ്ലേയേഴ്സിനെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിൽ RR മാത്രമാണ് കുറച്ച് മെച്ചം എന്ന് പറയാനുള്ളത്. ഓക്കെ, അതായത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ 27 പ്ലേയേഴ്സ് അതിൽ 14 പ്ലേയേഴ്സിൻ്റെ 52%. സോ അതിലും ഒരു ടാക്ടിക്സ് അത്രയും വർക്കൗട്ട് ആയി എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് ലാസ്റ്റ് 4 പ്ലെയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കുറച്ച്
ഇമ്പാക്ട് പ്ലേയേഴ്സിനെ യൂസ് ചെയ്തത് ആരാണ്? അത് GT ആണ്. ഓൺലി 5 ഇമ്പാക്ട് പ്ലെയറിനെ 23 ടൈം അവർ ഇൻ ഔട്ട് ചെയ്തിട്ട്. പക്ഷെ 48% ഉള്ളൂ. പക്ഷെ മതി. പക്ഷെ അവർ അത്ര എടുത്തിട്ടുള്ളൂ. അവര് പ്ലേ ഓഫ് കയറി ഇപ്പൊ ഫൈനലിലേക്ക്. അപ്പൊ അവര് ഇമ്പാക്ട് പ്ലെയറിനെക്കാളും കൂടുതൽ അവർ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ മെയിൻ പ്ലേയേഴ്സിനെയാണ് എന്നുള്ളത് അർത്ഥം. അപ്പൊ മെയിൻ പ്ലേയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് കളിയിൽ കേമന്മാരായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്ക് പറയാം. പിന്നെ SRH ഏറ്റവും ലോവസ്റ്റ് സക്സസ് റേറ്റ് ആണ്. എനിക്ക് തോന്നുന്നു CSK LSG ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് പ്ലേയേഴ്സിനെ പരീക്ഷിച്ചത്. എന്നിട്ട് അവർക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നു. ഓക്കെ, SRH ഏറ്റവും ഫെയിൽ ആയത് അല്ലേ? അതെ, 37%. ആൾപ്പാട് അവർക്ക് നന്നായി കളിച്ചു എന്ന് പറയാനുള്ളത് സാക്കിബ് ഹുസൈനാണ് ഇമ്പാക്ട് ആയിട്ട് വന്നിട്ട്. ഇപ്പൊ നമുക്ക് അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അല്ല അതല്ലല്ലോ, അപ്പൊ നമുക്കിപ്പോ കഴിഞ്ഞുണ്ടായ ഒരു 3 ഇമ്പാക്റ്റുകളെ പറയണ്ടേ? 3 കളി കഴിഞ്ഞ് ഞാൻ മറന്നു. അതിലും ഇമ്പാക്റ്റുകൾക്ക് അത്ര വലിയതൊന്നും ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് കളി അവരുടെ ക്യാപ്റ്റൻ രജത് പട്ടിദാറാണ് ജയിപ്പിച്ചത് RCBയുടെ. പിന്നെ അടുത്ത 6ാം കളി സൂര്യവംശിയാണ്. അടുത്ത കളിയും ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലാണ്. അപ്പോൾ അവിടെ ഒന്നും ഇമ്പാക്ട് പ്ലേയേഴ്സിന് ഗുണമുണ്ടായിട്ടില്ല. ടോട്ടലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പാക്ട് പ്ലെയറിന് വലിയൊരു ഇമ്പാക്ട് IPL ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു പ്ലെയറിന് 2 പ്ലെയറിന് ഓപ്പർച്യൂണിറ്റി കിട്ടി. അതായത് 11 ടീമിന്റെ പ്ലെയർ കളിക്കുന്നുള്ളത് ഒരു 12 ടീം 12ന്റെ ടീം കളിക്കുന്നു. അത്ര വേറെ അതിൽ പ്രത്യേകിച്ച് ഒന്നും കിട്ടിയിട്ടില്ല എന്നതാണ് നമുക്ക് ഇതുകൊണ്ട് ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരണം. ഇതിൽ മാൻ ഓഫ് ദി മാച്ചസിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. ഓക്കെ, കപ്പെടുക്കുന്ന ആരാണ് അതിനെ കുറിച്ച് പറയണം. അപ്പോൾ വി വിൽ കണ്ടിന്യൂ ദിസ് ജേർണി. അടുത്ത IPL വരെ നമ്മൾക്ക് ഇങ്ങനെ പോവാം. അത്രയ്ക്കുള്ള സബ്ജക്ട്സ്. ഓക്കെ, IPL ഒരു ഹിസ്റ്ററി എടുക്കണം. ഇതുവരെ 19 പ്രാവശ്യം കളിച്ചിട്ട് ആർക്ക് ജയിച്ചത്, ആർക്കാണ് കപ്പ് ഉയർത്തിയത്. സോ ദ ജേർണി വിൽ കണ്ടിന്യൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ, ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. അപ്പോൾ ടാറ്റാ, ബൈ. മേക്ക് ദ വീഡിയോസ് വൈറൽ. അതെ.